ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക തെളിവെടുപ്പ് ബംഗളൂരു തുടരുന്നു. ബംഗളൂരു ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിന് സമീപമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിലാണ് SIT പരിശോധന നടത്തുന്നത്. അതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി കർണാടകയിലെ വ്യാപാരി ഗോവർദ്ധന് വിറ്റ സ്വർണം അന്വേഷണ സംഘം കണ്ടെത്തി. 400 ഗ്രാമോളം സ്വർണമാണ് ബെല്ലാരിയിൽ നിന്ന് കണ്ടെത്തിയത്. ബെല്ലാരിയിലെ വ്യാപാരി ഗോവർദ്ധന്റെ റൊദ്ദം ജ്വല്ലറി പൂട്ടിയ നിലയിലാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്ക് SIT ബെല്ലാരിയിലെത്തിയത് സ്ഥിരീകരിച്ച് വ്യാപാരി ഗോവർദ്ധൻ അറിയാവുന്ന വിവരങ്ങളെല്ലാം വെളിപ്പെടുത്തി. ദ്വാരപാലക സ്വർണ്ണ കവർച്ചയുമായി ബന്ധമില്ലെന്നും ജ്വല്ലറി ഉടമ ಗೋವರ್ಧನ್ പറഞ്ഞു. ನಾನು ಹೋಗಿದ್ದೆ, ಟ್ರಿವಾಂಡ್ರಮ್ಗೆ ಹೋಗಿದ್ದೆ. ಅವರೆಲ್ಲ ಏನೇನೆಲ್ಲ ಡೀಟೇಲ್ಸ್ ಎಲ್ಲ ಕೇಳಿದ್ರು. ಕೋರ್ಟಲ್ಲಿ ವಿಚಾರ ಇರೋದ್ರಿಂದ ನಾನು ಭಾಳ ಮಾಹಿತಿ ಕೊಡೋಕ್ಕಾಗಲ್ಲ. ಇದು ವಿಚಾರ ಅವ್ರ ಡಾಕ್ಯುಮೆಂಟ್ಸ್ ಎಲ್ಲ ಕೇಳಿದ್ರು. ನಾನು ಆ್ಯಕ್ಚುಲಿ 35 ವರ್ಷ. അതിനിടെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ പരിശോധന നടക്കുന്നു. ദേവസ്വം ബോർഡിന്റെ സ്ട്രോങ് റൂമിലാണ് ഈ പരിശോധന നടക്കുന്നത്. ഹൈക്കോടതി നിയമിച്ച ജസ്റ്റിസ് KT ശങ്കരന്റെ നേതൃത്വത്തിലാണ് പരിശോധന. വിവരങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന് അരുൺ പൂപ്പറമ്പ, ആറന്മുളയിൽ നിന്ന് AV ജയശങ്കർ എന്നിവർ ചേരുകയാണ്. അരുൺ പൂപ്പറമ്പ, ഇപ്പോഴും ബംഗളൂരുവിൽ പരിശോധന തുടരുകയാണോ? വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? ദിലീപ് കുമാർ, ഇപ്പോഴും ബംഗളൂരുവിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപ്പാർട്ട്മെന്റിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ്. നമ്മളിപ്പോഴും അവിടെയാണുള്ളത്. ഈ അന്വേഷണ സംഘം രാവിലെ എത്തി. ഇപ്പോൾ ഏകദേശം 3 മണിക്കൂറോളമായി ഈ പരിശോധന ഇപ്പോൾ തുടരുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മകൻ ഈ അപ്പാർട്ട്മെന്റിൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള പരിശോധനകളാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അന്വേഷണ സംഘം ഒരു നിർണായകമായിട്ടുള്ള ഘട്ടം പൂർത്തിയാക്കി എന്നതാണ് ഈ കേസിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്നും തട്ടിയെടുത്ത അല്ലെങ്കിൽ കടത്തിക്കൊണ്ടുവന്ന സ്വർണം എവിടെയാണ് എന്നതായിരുന്നു അവശേഷിച്ചിരുന്ന ചോദ്യം. അതിലൊരു ഉത്തരം SIT കണ്ടെത്തിയിരിക്കുന്നു. നേരത്തെ അതിൽ ഈ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധൻ തന്നെ സമ്മതിച്ച കാര്യം തന്നെ ഒരാഴ്ച മുമ്പ് അന്വേഷണ സംഘം ബന്ധപ്പെടുകയും താൻ തിരുവനന്തപുരം പോവുകയും ചെയ്തു. പ്രാഥമികമായിട്ടുള്ള മൊഴിയെടുക്കലും വിവരശേഖരണവും തെളിവ് ശേഖരണവും അവിടെ വെച്ചാണ് നടന്നത്. അന്ന് തനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അന്നാണ് നിർണായകമായിട്ടുള്ള തനിക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണം വിറ്റു എന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. അതിനുശേഷം അതിൻ്റെ സ്വർണം വീണ്ടെടുക്കുക, കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്ന നിർണായകമായിട്ടുള്ള നീക്കത്തിലേക്ക് അതീവ രഹസ്യമായി അന്വേഷണ സംഘം കടക്കുകയും ബെല്ലാരിയിലെത്തി ആ സ്വർണം വീണ്ടെടുക്കുകയും ചെയ്തു. 400 ഗ്രാമിലധികം സ്വർണമാണ് വീണ്ടെടുത്തത്. അതിനുശേഷം ഇപ്പോൾ ഗോവർദ്ധൻ പ്രതികരിക്കുന്നത് തനിക്ക് ഈ സ്വർണ്ണ കവർച്ചയുമായി, അതായത് ശബരിമലയിലെ കടത്തിക്കൊണ്ടുവന്ന സ്വർണ്ണ കവർച്ചയുമായി തനിക്ക് ഒരു ബന്ധവുമില്ല. തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ട്. അത് ഈ ബംഗളൂരുവിലെ ബംഗളൂരുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.